ഒരിക്കലും രക്ഷയിലേക്ക് വരുന്നില്ല. ഞാൻ അതുപോലെ ഒരു കാലഘട്ടത്തിലായിരുന്നു. സൂര്യനെ നോക്കിയാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ അടയാളങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച് വെച്ച് ആ സൂര്യനെ ഞാൻ നമസ്കരിക്കുമ്പോൾ അതിൽ തന്നെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും രക്ഷയിലേക്ക് വരില്ലായിരുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ പറയുമ്പോൾ സൃഷ്ടികർത്താവിനെ അറിയുന്നവനാണ്. ഞാൻ യേശുവിനെ ഉൾക്കൊണ്ടപ്പോഴാണ്, ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോഴാണ് സൃഷ്ടികർത്താവിനെ അറിയുന്നത്. കാരണം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-16 വചനം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവനുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് യഥാർത്ഥ രൂപാന്തരത്തിൻ്റെ അഹം ബ്രഹ്മാസ്മിയുടെ അർത്ഥം ആയിത്തീരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പുറമേ കുളിക്കും, എന്നാൽ അകത്ത് യേശു പറഞ്ഞു ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ അകത്ത് നിൻ്റെ സഹോദരനോട് ഒരു ചിന്തയുണ്ടെങ്കിൽ നീ പാപം ചെയ്തിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ പാപിയിലും പാപിയാണ് ഞാൻ എന്ന് പറഞ്ഞതിൽ ഏറ്റവും അർത്ഥവർത്ഥമായിട്ട്. കാരണം ഒരു പ്രാവശ്യം പോലും, ചിലപ്പോൾ എൻ്റെ കുടുംബം വളരെ സാമ്പത്തികമായി മുന്നോട്ടുള്ളതായിരുന്നു, പാരമ്പര്യമായി മുന്നോട്ടുള്ളതായിരുന്നു. ശബരിമല 18-19 വർഷം കയറി ഇറങ്ങിയ ഓർമ്മ ഇന്നുമുണ്ട്. ശബരിമല സന്നിധാനത്തിൽ എൻ്റെ ഭൗതിക പിതാവിൻ്റെ പേരിൽ ഇന്നും ഒരു കെട്ടിടമെല്ലാം ഉണ്ട്. അപ്പോൾ പാരമ്പര്യം നോക്കുമ്പോൾ ഉന്നതമായ പാരമ്പര്യം. പക്ഷേ അകം മുഴുവൻ ഈ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും ചുരുളുകളും കെട്ടുകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. ഒരു രൂപാന്തരവും മാറ്റവും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. കൃത്യം ആ ദിവസം പള്ളിയിൽ പോയി കഴിഞ്ഞ് കൃത്യം 30 ദിവസം കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് മുത്തൂട്ട് ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉന്നതമായൊരു ജോലി ദൈവകൃപയാൽ എനിക്ക് ലഭിച്ചു. 1995 നവംബർ 16 ഞാൻ ആലുവ സ്ഥിതി ചെയ്യുന്ന ഫെഡറൽ ബാങ്കിൽ കമ്പനി സെക്രട്ടറിയായി ജോയിൻ ചെയ്തു. ജൂലൈ 7, 1997 ആണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസം ഉണ്ടായത്. സംഭവം ഇങ്ങനെയാണ്. അന്ന് രാവിലെ ഞാൻ ബാങ്കിൽ ജോലിക്ക് പോയപ്പോൾ ബാങ്കിൻ്റെ ചെയർമാൻ എന്നോട് പറഞ്ഞു, ബാങ്കിൻ്റെ കണക്കെല്ലാം തിട്ടപ്പെടുത്തി തൻ്റെ പക്കൽ കൊടുക്കണമെന്ന്. അപ്പോൾ ബാങ്കിൻ്റെ കണക്ക് സാധാരണ ബിസിനസ് കണക്ക് പോലെയല്ല. ഒരു നയാ പൈസ വ്യത്യാസമുണ്ടെങ്കിൽ അതിന് ജോലിക്കാരൻ ഉത്തരവാദിയാണ്, അത് അക്കൗണ്ടബിളാണ്. എനിക്ക് ജോലി പോകാൻ സാധ്യത അന്നുണ്ടായി. കാരണം ബാങ്കിൻ്റെ കണക്ക് തിട്ടപ്പെടുത്തി ക്രമീകരിച്ച് വരുന്നപ്പോൾ വൈകിട്ട് 7 മണിയായപ്പോൾ രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രയത്നം ലക്ഷങ്ങളുടെ ഭീമമായ തുക ക്രമം വരാതെ നിൽക്കുക. ഞാൻ ചെയർമാനോട് പോയി പറഞ്ഞു, സാറേ കണക്ക് ക്രമമാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നാളെ ഉച്ചവരെ ഞാൻ സമയം തരാം, അതിൻ്റെ അകത്ത് നിങ്ങൾ കണക്ക് ക്രമമാക്കി തരണം, എന്ത് ചെയ്യും എനിക്കറിയേണ്ടെന്ന്. ഞാൻ അന്ന് മനം തകർന്ന് തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് വന്നു. ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഭാര്യയോട് ഫോൺ വിളിച്ച് ഓഫീസിൽ നിന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അപ്പോൾ എൻ്റെ പാരമ്പര്യ പ്രാർത്ഥന രീതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിൽ വേറൊരു ഫ്ലാറ്റിൽ സൂസി ചാക്കോ എന്ന് പറയുന്ന വിധവയായ ഒരു സഹോദരി ഇന്നും അവിടെ താമസിക്കുന്നുണ്ട്. വളരെ ഭക്തയായ ബൈബിളെല്ലാം വായിക്കുന്ന ഒരു സഹോദരി. എൻ്റെ ഭാര്യയോട് ഒരു സുഹൃത്തായിരുന്നു ആ ഫ്ലാറ്റിൽ. അപ്പോൾ ഞാൻ തിരിച്ച് ഭവനത്തിലേക്ക് വൈകിട്ട് രാത്രി വന്നപ്പോൾ ഭാര്യ ആ സഹോദരി വിളിച്ച് എൻ്റെ ഭവനത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ഭവനത്തിലേക്ക് കയറി വന്ന ഉടനെ ആ സഹോദരി എന്നോട് പറഞ്ഞു, കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നാൽ ആ സമയം വരെ ഞാൻ എൻ്റെ യേശുവായ കർത്താവുമായി ഒരു ബന്ധവുമില്ല. എൻ്റെ കർത്താവ് ഞാൻ തന്നെയായിരുന്നു. ആ സഹോദരി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ തലയാട്ടി കാണിച്ചു, ഒന്നും മനസ്സിലായില്ല. ബൈബിൾ ആ സഹോദരി എനിക്ക് വേണ്ടി വായിച്ചു, പ്രാർത്ഥിച്ചു, ഒന്നും എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് രാത്രി 1 മണി 1:30 മണി വരെ ഞാൻ ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പറെല്ലാം പരിശോധിച്ചു, ഒന്നും ക്രമമായി തീരുന്നില്ല. മനസ്സ് തകർന്നു, ശരീരം തകർന്നു. നാളെ ജോലി പോയാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യചിഹ്നം എൻ്റെ ജീവിതത്തെ അലട്ടാൻ തുടങ്ങി. മനോഭാരം കൊണ്ട് ഞാൻ ക്ഷീണിതനായി കടക്കൽ കടന്ന് ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം പുലർച്ചെ 4 മണി 4:15 മണിയായപ്പോൾ ഞാൻ കടന്നിരുന്ന ഇരുൾ നിറഞ്ഞ ബെഡ്റൂമിൽ ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം പറയുന്നത്, ബാങ്കിൻ്റെ ഈ കണക്കിൽ എന്താണ് ക്രമക്കേട് പറ്റിയത്, എങ്ങനെ ക്രമമാക്കി തീർക്കാം. ഞാൻ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു, ആരെയും കാണുന്നില്ല, ശബ്ദം കേൾക്കാം. ഞാൻ വിചാരിച്ചു എൻ്റെ സമനില തെറ്റിയതാണെന്ന്. ഇന്ന് കർത്താവുമായി കൃപയാൽ കൂടെ നടക്കുമ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വചനം പറയുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. വാതിൽ അടഞ്ഞ് വഴി മുട്ടി നിൽക്കുന്ന സഹോദര, എൻ്റെ ജീവിതത്തിൽ അന്ന് അനുഭവമായത്, സ്വർഗത്തിലെ ദൈവം എന്നെപ്പോലെ സാധാരണ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലെ മാർഗം വഴി തുറന്ന് കാണിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും
ജീവനുമാകുന്നു. ജീവിതാനുഭവത്തിലൂടെ സാറിനത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ദൈവകൃപയാൽ വഴിയടഞ്ഞ സ്ഥാനത്ത് യേശു വഴി വെളിപ്പെടുത്തി, വഴിയായി വെളിപ്പെട്ടു. കുറച്ചുകൂടി താമസം വന്നു, കാരണം അന്ന് ചില മണിക്കൂറുകൾ കൂടി താമസം വന്നു. ഈ ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചത് എൻ്റെ സമനില തെറ്റി, ആരും കാണുന്നില്ല, എൻ്റെ മെൻ്റൽ ബാലൻസ് പോയി എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ടേബിളിൽ വന്നു. 4-4:15 മണിക്ക് 7 മണി വരെ ഞാൻ കണക്ക് പരിശോധിച്ചുകൊണ്ടിരുന്നു. അയൽവാസി സഹോദരി 7 മണിയായപ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് കയറി വന്നു. എന്നോട് പറഞ്ഞു, ബ്രദറിന് വേണ്ടി ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി അവർക്ക് കർത്താവ് ഒരു ദർശനം കൊടുത്തു, 7 എന്ന സംഖ്യ. അപ്പോൾ ബൈബിൾ പ്രകാരം, ദൈവവചനപ്രകാരം 7 എന്ന സംഖ്യ പൂർണ്ണതയാണ്. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം, എൻ്റെ പൂർണ്ണ രക്ഷ ദൈവം ഒരുക്കുന്ന ദിവസമാക്കിയിരുന്നു. ആ സഹോദരി വന്ന് വീണ്ടും ഇത് ഈ 7 എന്ന സംഖ്യ ദർശനം ലഭിച്ചൊക്കെ പറഞ്ഞു. വചനം വായിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വചനം വായിച്ചപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല, കാരണം ആ സമയം വരെ എനിക്ക് യേശുവുമായി ഒരു ബന്ധവുമില്ല, ബൈബിൾ ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല ആ സമയം വരെ. ഈ സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയി. രാവിലെ 9 മണിയായി. കുളിക്കാൻ കുളിമുറിയിൽ കയറി. ആദ്യത്തെ പാത്രം വെള്ളം എൻ്റെ തലയിൽ കുളിക്കാൻ എൻ്റെ തലയിൽ ഒഴിക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ജീവനുള്ള മനുഷ്യരെ കാണുന്ന പോലെ ദർശനം ഞാൻ കാണുകയാണ്. ഞാൻ കാണുന്നു, യേശു വഴി നദിയിൽ സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. ആകാശത്തിൽ നിന്ന് ഒരു പറവ, ഒരു പ്രാവ് യേശുവിലേക്ക് വരുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ സംഭവമാണ്. യേശു സ്നാനം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് വരുന്ന ആ സംഭവം എൻ്റെ അവിശ്വാസക്കുറവ് കൊണ്ട് ഒരു ദർശനത്തിലൂടെ വീണ്ടും ദൈവം സംസാരിക്കായിരുന്നു. ആ സമയം ഞാൻ ദൈവം ശബ്ദം കേട്ടു. ദൈവം എന്നോട് പറഞ്ഞത്, ഇപ്പോൾ നീ നിൽക്കുന്ന സമയത്തൊരു തീരുമാനമെടുക്കണം. ഒന്നിൽ നീ ആദരിച്ച് കൈകൊണ്ട് വരുന്ന ആചാരങ്ങളുടെ പുറകെ നീ പോയിക്കൊള്ളുക. ഇല്ല, സകലത്തെയും വിട്ടെറിഞ്ഞ് എന്നെ മാത്രം നിൻ്റെ രക്ഷകർത്താവായി, നിൻ്റെ ദൈവമായി സ്വീകരിച്ച് എന്നെ മാത്രം പിൻപറ്റുക. ദൈവകൃപയാൽ ഞാൻ അണിഞ്ഞിരുന്ന പൂണൂൽ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. ഞാൻ എൻ്റെ മാലയിൽ ഒരു ആനയുടെ മുഖം ലോക്കറ്റായി ധരിച്ചിരുന്നു, പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. യേശുവിൻ്റെ സാന്നിധ്യ അനുഭവമുള്ള ആ റൂമിൽ ഞാൻ നെടുമ്പാട് വീണ് യേശുവിനോട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പറഞ്ഞു, യേശുവേ, ഈ നിമിഷം മുതൽ എൻ്റെ ദേഹം, ദേഹി, ആത്മാവ് ഞാൻ അങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങ് എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവം, അങ്ങല്ലാതെ വേറെ ദൈവമില്ല. ഇതൊരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപ്രസംഗകൻ വന്നു പറഞ്ഞിട്ടല്ല, നേരിട്ട് ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു വെളിപ്പാട്. കൃപ, ദൈവകൃപ. ഞാൻ ആ മുറിയിൽ ആ സമയം ഞാനിത് പറഞ്ഞ ഉടനെ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലെന്ന് ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ അനേക പാവങ്ങളുടെ ചുരുളുകൾ കെട്ടഴിഞ്ഞ് എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുക. ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവെ, ഈ പാവങ്ങളെല്ലാം, എൻ്റെ പാവങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 1.25 മണിക്കൂർ കരഞ്ഞ് വിലപിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ചു. കുളിച്ച് പുറത്തിറങ്ങി ഭാര്യയോട് പറഞ്ഞു, ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ യേശുവല്ലാതെ മറ്റാരെയും നാം ആരാധിക്കില്ല, ആരോടും പ്രാർത്ഥിക്കില്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിലുണ്ടായിരുന്ന സകല വിഗ്രഹങ്ങളെയും പുസ്തകങ്ങളെയും ക്രമീകരണങ്ങളെയും ഞങ്ങളൊരു തീ ഉണ്ടാക്കി അതിലിട്ട് ചുട്ട് കരിച്ച് ചാരമാക്കി. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും യേശുവിനെ രക്ഷകർത്താവായി സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഓഫീസിലേക്ക് പോയി. തലേ ദിവസം ലക്ഷങ്ങളുടെ ഭീമമായ തുക കണക്കിൽ വ്യത്യാസമുണ്ടായിരുന്നത് അന്ന് ഉച്ചയോടുകൂടെ ഞാൻ എന്നെ തന്നെ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് മാറ്റി കൊടുത്ത് പോയി കഴിഞ്ഞപ്പോൾ വെറും 182 രൂപ ചില്ലുവാനും പൈസ മാത്രം ക്രമമാകാതെ ബാക്കി എല്ലാം ക്രമമായി തീർന്നു. അന്നും ഇന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഇതെങ്ങനെ സംഭവിച്ചു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനത്തിൽ യേശു പറയുന്നുണ്ട്, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസാധ്യമായി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയട്ടെ, യേശുവിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നിനക്ക് ലഭിക്കും. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാന വസ്തുത. പലതും സാധിക്കുമെന്ന് കരുതുന്ന, സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ജ്ഞാനം കൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം വിദ്യാഭ്യാസം കൊണ്ട്, സ്വന്തം പണം കൊണ്ട്, സ്വാധീനം കൊണ്ട് പലതുമൊക്കെ സാധിക്കാൻ കഴിയും എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ മാന്യമായ വിദ്യാഭ്യാസമുണ്ടായിരുന്നു, മാന്യമായ സാമ്പത്തിക പശ്ചാത്തലങ്ങളുണ്ടായിരുന്നിട്ടും തൻ്റെ ജോലിയിൽ നേരിട്ട പ്രതിസന്ധിയുടെ നടുവിൽ സഹായിക്കാൻ ഒരു മനുഷ്യനും കഴിയാത്ത സാഹചര്യത്തിൽ അടച്ചിട്ട ബാത്റൂമിനകത്ത് ഇറങ്ങി വന്ന് പ്രശ്നത്തിന് പരിഹാരത്തിൻ്റെ മാർഗം പറഞ്ഞു കൊടുത്ത യേശുവിൻ്റെ സാന്നിധ്യം, താൻ ഉറങ്ങാൻ കിടന്ന കിടക്കയിൽ തനിക്ക്
പരിഹരിക്കാൻ കഴിയാതിരുന്ന കണക്കിൻ്റെ തെറ്റായ വശം എവിടെയാണെന്ന് ചൂണ്ടിക്കാണിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഇതാണ് നമ്മെ നയിക്കേണ്ടത്. മനുഷ്യന് പലതും സാധിക്കുമെന്ന് നാം കരുതുന്നു. പക്ഷേ മനുഷ്യന് പലതും അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ്. പാഴായി പോയ, ശൂന്യമായി പോയ, ഇരുട്ടുമൂടിയ, രൂപഗുണം നഷ്ടപ്പെട്ട, വെളിച്ചം നഷ്ടപ്പെട്ട ഭൂമി നൂറ്റാണ്ടുകൾ, കോടിക്കണക്കിന് വർഷങ്ങൾ വെള്ളത്താൽ മൂടപ്പെട്ട്, ഇരുട്ടിനാൽ മൂടപ്പെട്ട് കിടക്കുമ്പോൾ അതിനെ പ്രകാശപൂരിതമാക്കാൻ ഒരു മനുഷ്യനും കഴിയാതിരുന്നപ്പോൾ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ. ഒറ്റ വാക്കിൽ വെളിച്ചമുണ്ടായി. നിന്റെ ജീവിതത്തിൽ നിന്റെ പരിശ്രമങ്ങൾ പലതും ജീവിതത്തിന്റെ അന്ധകാരത്തെ മാറ്റാൻ പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കും, വെളിച്ചമുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തെ അത് പ്രകാശപൂരിതമാക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. എൻ ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ, പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ, പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. എൻ ജീവിതത്തിൽ ഒരു നാൾ ആശയറ്റൊരു നാൾ, പുതുജീവനായി പ്രത്യാശയായി നീ വന്നു. തീരാത്ത ദുഃഖത്തിൽ ആണ്ടിരുന്ന നാൾ ആശ്വാസ കിരണ